നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന ആദിത്യ യൂസ്ഡ് ബൈക്ക് ഷോപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ കുറേ വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിശ്വസ്തമായിട്ടുള്ള കുറേ വണ്ടിയുടെ വീഡിയോസ് മാത്രമേ ചെയ്യും, കുറേ കടകളുടെ വീഡിയോകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫുൾ കരുനാപ്പള്ളി ബേസ് ചെയ്തായിരിക്കും. കരുനാപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ വില കുറച്ച് നമുക്ക് വണ്ടി കിട്ടുന്നത്. അത് കാരണമാണ് നമ്മൾ ഇവിടെ വന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാനുണ്ട്. അതിന് മുമ്പ് ഞാൻ പറയുന്നത് എവിടെയാണെന്ന് പറയാം. ജുമാ മസ്ജിദ് പള്ളി തൊട്ടപ്പുറത്തുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കടകൾ. ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അതാണ് ആദിത്യ. നമ്മൾ കട ഉണ്ടാക്കിയാൽ ഇരിക്കുമെങ്കിലും അല്ലേ അടിപൊളി സാധനങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. പിന്നെ അജ്മലുണ്ട്. അജ്മൽ നമുക്കിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വിശ്വസിച്ചെടുക്കാൻ പറ്റും. ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫിനാൻസ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം 5000, 10000 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്തായാലും വണ്ടി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിലും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഇവിടെ ഫുള്ള് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടേഴ്സാണ് ഇഷ്ടം പോലെ ഉള്ളത്. ഈ ഇതുണ്ട് ഫ്രഷ് സാധനങ്ങൾ, ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും കാണത്തില്ല കേട്ടോ. പിന്നെ നമുക്കൊരു FC ഇരിക്കുന്നുണ്ട്. സ്പോർട്ട് എഡിഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ചോദിക്കാം. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അജ്മലാണ്. ഇതാണ് നമ്പർ കേട്ടോ. ആർക്കെങ്കിലും വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാൻ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമ്പർ. ഇവിടെ അജ്മലേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഇരിക്കുന്ന ഏതാ യമഹ അല്ലേ? റേസഡാണ്. നമ്മളിപ്പോൾ എത്ര മാസമായി വന്നിട്ട്? അല്ല ഇവിടെ വന്നു അല്ല അതല്ല, നമ്മൾ ഇപ്പോൾ പുതിയ വീഡിയോ 3-4 മാസമായി കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ കുറേ വണ്ടികൾ വന്നിട്ട് പോയായിരുന്നില്ലേ ഗൈസ്? ഇതിന് മുന്നേ എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം യമഹ റേസഡാർ അല്ലേ? ഓക്കെ, എങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ? 2018 36 രൂപ. 2018 മോഡൽ. ഇപ്പം ഈ ഇരിക്കുന്ന എനിക്ക് വന്ന് സ്കൂട്ടേഴ്സ് എല്ലാം നിങ്ങൾ 2016, 17 ആ ഒരു ഇതല്ലേ മോളോട്ടുള്ളതല്ലേ? ക്യാഷ് കുറ്റിക്കെടുത്ത് തല വയ്ക്കാൻ വയ്യല്ലേ? ഓക്കെ, അപ്പോൾ സ്കൂട്ടേഴ്സൊക്കെ ഇവിടെ നല്ല ക്ലീൻ സാധനമായിരിക്കും. 2018 മോഡലാണ്. എത്ര ചോദിക്കുന്നത്? 36 രൂപ. ഇതിൻ്റെ അകത്ത് സ്പീഡോമീറ്റർ എങ്ങനെയാണ്? ഓക്കെ, 28 നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലേ? കറക്റ്റായിരിക്കും ഇത്. കാര്യം 2018 അല്ലേ? ഓക്കെ, അപ്പം 28 രൂപ ചോദിക്കുന്നത്. 36 രൂപ. ഓക്കെ, അപ്പം 36 രൂപ ചോദിക്കുന്നത്. ഈ റേസഡാർ യമഹയുടെയാണ്. കിടില എഞ്ചിനാണ്, ഒരു രക്ഷയില്ലാത്ത എഞ്ചിനല്ലേ? പിന്നെ അതേപോലെ തന്നെ ഒരു ഡിയോ ആണ് ഇരിക്കുന്നത്, ഒരു റെഡ് ഡിയോ. എങ്ങനെ അതിൻ്റെ മോഡൽ വരുന്നത്? 2019 മോഡലാണ്. കാര്യങ്ങളെല്ലാം ക്ലീനും കാര്യങ്ങളൊക്കെ. എത്ര ചോദിക്കുന്നത്? 55 രൂപയാണ്. 2019 മോഡൽ 55 രൂപയാണ് ചോദിക്കുന്നത്. അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആയതുകൊണ്ട് ഇത്രയും റേറ്റ് വരുന്നില്ലേ. പിന്നെ ഇതല്ല, ഇത് ഇവർ വൃത്തിയാക്കും കേട്ടോ. ആ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, വൃത്തിയായി പളവളാന്നിരിക്കുകയല്ലേ. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ 2019 ആണെങ്കിൽ നല്ല ക്ലീൻ പീസാണ്. ഓക്കെ, ടയർ എത്ര കിലോമീറ്റർ എത്ര അതിൻ്റെ ഉണ്ടോ? കിലോമീറ്റർ നോക്കും. കാര്യം നല്ല ക്ലീൻ. കിലോമീറ്റർ ഓടിയാണ് 70 73 ഓടിയിട്ട് ഇത് വണ്ടിയൊക്കെ ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വണ്ടി. അതിന് നല്ല ഇത് സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ? എത്ര ചോദിക്കുന്നത്? 56 രൂപയാണ് ചോദിക്കുന്നത്. 75 ഓടിയെങ്കിലും ക്ലീൻ സാധനമാണ്. ഇതാ ഇതിൻ്റെ ഒരു രക്ഷയില്ലാത്ത സാധനം. 2019 മോഡൽ 56 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ മാസ്ട്രോ അല്ലേ? 2018 മോഡലിൻ്റെ മാസ്ട്രോ ആണ്. ജസ്റ്റ് വണ്ടിയുടെ കാര്യങ്ങൾ, ഈ വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി കേട്ടോ. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. 2018 മോഡൽ മാസ്ട്രോ എഡ്ജ് അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കിലോമീറ്ററിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും അല്ലേ? കറക്റ്റ് 58,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ഓടിയേക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 36 രൂപ. 2018 36 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും തേടി ഇറക്കുന്ന സാധനമാണ് ഇത്. അതായത് FSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെർഷൻ ഇത് 2.5 അല്ലേ? 2.5 ഒരു മോട്ടോറിനുള്ള റൈസ് എഡിഷനാണ് 2.5. ഇവിടെ കുറേ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, പിന്നെ ഇത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്ന ഇതാണ് സംഭവം. ഫ്രണ്ടും ബാക്കും ഡിസ്കുമാണ്. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, ഒരു ഫോഗ് ലൈറ്റ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം സാധനം. 2018 മോഡലാണ്. ഇതിൻ്റെ കിലോമീറ്റർ നമുക്ക് ജസ്റ്റ് നോക്കാം. എല്ലാം കീട്ട് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓണാക്കി കഴിയും. ഞാൻ ഇതെല്ലാം ഓണാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. 55,000 കിലോമീറ്റർ ഓടിയേക്കുന്ന. എത്ര ചോദിക്കുന്നത്? 80 രൂപയാണ് ചോദിക്കുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. ഇവിടെ ഒരു സ്റ്റീലല്ലേ, ഇത് സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അടിതായിട്ടായിരിക്കും അല്ലേ? അപ്പോൾ സ്പോർട്ട് എഡിഷനാണ് സംഭവം. കിടിലാണ്. ഫ്രണ്ടും ബാക്ക് ഡിസ്ക് ബ്രേക്ക് ഇവിടെ ഫ്ലൂയിഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ 80,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിനെക്കാട്ടി വില കുറേയൊക്കെ ചെയ്യും. ഒരു കുഴപ്പമില്ല, നല്ല എഞ്ചിനായിട്ട്. ഞാൻ സ്റ്റാർട്ടായി കാണിച്ചു തരാം. അടുത്ത സ്പ്ലെൻഡറിൻ്റെ ഒരു ബേളാന്ന് പറയുന്നത് ഇവിടെ കുറേ പോയല്ലേ. ഇപ്പോൾ ഒരു സ്പ്ലെൻഡർ പോയുള്ളൂ 30 രൂപയല്ലേ? 36 രൂപ. അത് കിടിലൻ സാധനം കേട്ടോ. അവന് സന്തോഷത്തോടെ അവൻ എടുത്തോണ്ട് പോയത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്പ്ലെൻഡറാണ്. ഇവിടെ വര അണ്ണാൻ്റെ വര പോലെ ഇരിക്കുന്ന ഒരു സ്പ്ലെൻഡർ. എത്ര മോഡൽ? 99 മോഡലാണ്. 47. ഇപ്പം ഇത് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 2 ആഴ്ച. അപ്പോൾ ഇനി 5 വർഷം സുഖമായിട്ട് ഉപയോഗിക്കാം.
അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന 2 ആഴ്ച ആയിട്ടുള്ള 5 വർഷം കിടലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാം ഫ്രണ്ട് ബാക്ക് ടയറും എല്ലാം പുതിയതാണ്. തുരുമ്പെന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 55 രൂപയാണ്. കാര്യം സ്പ്ലെൻഡറിന് ഇച്ചിരി നല്ല വില കൂടുതലാണ്. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ വണ്ടിയാണ് 2099 മോഡലായിട്ട് ഇരിക്കുന്ന സാധനം കണ്ടില്ലേ. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഹീറോ ഹോണ്ട ഗ്ലാമറാണ്. ഓക്കെ, ഹീറോ ഹോണ്ട ഗ്ലാമറ അല്ലേ? ഓക്കെ, എത്ര മോഡൽ വരുന്നത്? 2015 മോഡലാണ് ഗ്ലാമർ വന്നിരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 35 രൂപ. എല്ലാത്തിനും കീയൊക്കെ കിടപ്പുണ്ട്. ഞാൻ എന്തായാലും ലാസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. ഇതിൻ്റെ കിലോമീറ്റർ കറക്റ്റായിരിക്കും. പക്കയൊക്കെ ആക്കിയിട്ട് 68ആണ്. 2015 ചോദിക്കുന്ന വില 35 രൂപയാണ്. അടുത്തത് ഒരു ഗ്ലാമർ തന്നെയാണ്. 2013 മോഡൽ 28 വരെ. ഓക്കെ, 28 വരെ ഉണ്ട്. ഇത് ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. എത്ര ചോദിക്കുന്നത്? 27 രൂപയാണ് ചോദിക്കുന്നത്. സ്പ്ലെൻഡറിൻ്റെ വിലയും നിങ്ങൾ ഇതും തമ്മിൽ വ്യത്യാസം നോക്കും. എന്തുകൊണ്ട് സ്പ്ലെൻഡറിൻ്റെ ഇത്രയും വിലയത്തേക്ക്? ഇത് 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ കേസ്, 31 രൂപ ചോദിക്കുന്നത് അല്ലേ? 27. 2013 27. ഇത് 2015. ഓക്കെ, അടുത്ത ഒരു പാഷൻ അല്ലേ? പാഷൻ പ്രോ ആണ്. ഓക്കെ, പാഷൻ പ്രോ എത്ര മോഡൽ വരുന്നത്? 2017 മോഡൽ പാഷൻ പ്രോ ആണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 43 രൂപയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ക്ലീൻ ആണ് കേട്ടോ. നിങ്ങൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ എത്ര വാറൻറ്റി കൊടുക്കുന്നത്? 1 മാസം വേണ്ട എഞ്ചിൻ്റെ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ കേസ്, അപ്പം അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വന്ന് കഴിഞ്ഞാൽ കൈവിടത്തില്ല. കാര്യം ആരും കംപ്ലയിൻ്റ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കുറേ കംപ്ലയിൻറ്റ് പറയുന്ന കുറേ കടകൾ ഇവിടെ ഉണ്ട്. ഞാൻ അപ്പോൾ അതിൻ്റെ അവിടുത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ കേസ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കടയെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒന്ന് അവിടെ, പിന്നെ അകത്തുള്ള 2-3 കടയെ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യം കംപ്ലയിൻറ്റ് ഇല്ലാത്ത കടകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഹീറോ ഡീലക്സ് അല്ലേ? ഓക്കെ, അപ്പം ഹീറോ ഡീലക്സ് ആണ്. എത്രയാണ് ചോദിക്കുന്നത്? പക്ഷേ എത്ര മോഡൽ? 2018 മോഡലാണ്. എല്ലാം ക്ലീനാക്കി വെച്ചിരിക്കുക കേട്ടോ. വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. ഒന്നും ക്ലീനാക്കാനില്ല. ക്ലീനാക്കാനുള്ള സാധനമൊക്കെ അങ്ങ് ഇരിക്കുകയല്ലേ. ഓക്കെ, 2018 അല്ലേ? എത്ര ചോദിക്കുന്നത്? 42 രൂപയാണ് ചോദിക്കുന്നത്. 2018 മോഡൽ. എല്ലാം ഈ മൈലേജ് കൂടിയ വണ്ടി, എഞ്ചിൻ വാറൻറ്റി ഉള്ള വണ്ടികളെ എടുക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ, അടുത്തത് വെച്ച് കഴിഞ്ഞാൽ 2020 മോഡൽ CT 100 ആണ് വരുന്നത്. എത്ര ചോദിക്കുന്നത്? 43. 21,000 കിലോമീറ്റർ കറക്റ്റായിരിക്കും. ഫസ്റ്റ് ഓണർ വണ്ടി. ഓക്കെ, അപ്പം എത്ര? 42 ആണ് ചോദിക്കുന്നത് ഈ ഒരു വണ്ടി. 2020 മോഡൽ. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അകത്ത് 3 വണ്ടി ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഒരു 3 വണ്ടികളുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇവിടെ കണ്ടോ, ഇനി വണ്ടി ശരിയാക്കാനുണ്ട്. ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ടിലും കുറേ ശരിയാക്കി വെക്കാനുണ്ടല്ലേ, അവിടെയും വെക്കാനുണ്ട് കേസ്. അപ്പം എല്ലാം ശരിയാക്കി ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തേ കയറും. ഓക്കെ, ഇതെന്ന് വെച്ചാൽ പ്ലാറ്റിനം അല്ലേ? പ്ലാറ്റിനം. എത്ര കിലോമീറ്റർ ഓടിയ? 27,000 കിലോമീറ്റർ ഓടിയ ഒരു പ്ലാറ്റിനമാണ്. എത്ര മോഡൽ വരുന്നത്? 2020 മോഡൽ. എത്ര ചോദിക്കുന്നത്? 43 ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത അതും പ്ലാറ്റിനം 2018 മോഡൽ 43 ഇത് ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 36 രൂപയാണ് ചോദിക്കുന്നത്. ഇവിടെ എപ്പോഴും നമ്മൾ മൈലേജ് കൂടിയ വണ്ടിയാണുള്ളത് കേട്ടോ. മെയിനായിട്ട് മൈലേജ് കൂടിയ വണ്ടി വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും അല്ലേ. സ്പ്ലെൻഡറിൻ്റെ ബഹളമാണ്. നിങ്ങൾക്ക് അറിയത്തില്ല ഇവിടുത്തെ സ്പ്ലെൻഡറിൻ്റെ ബഹളം അല്ലേ. സ്പ്ലെൻഡർ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ സ്കൂട്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അടുത്തെന്ത്? 2014 മോഡൽ ഫ്രഷറാണ്. ഓക്കെ, ടയറൊക്കെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം നല്ല കിടിലമായിട്ടേക്കുക. 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2018. എത്ര ചോദിക്കുന്നത്? 28 രൂപയാണ് ചോദിക്കുന്നത്. അപ്പം 28 രൂപ ചോദിക്കുന്നത്. ടയർ രണ്ടും പുതിയതാട്ടോ, ബാക്കും ഫ്രണ്ടും പുതിയതാണ്. ടയർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് സെക്കൻഡ് എടുക്കുന്നുണ്ട്, കടയുണ്ട്. കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവർക്ക് ടയറിൻ്റെ കാര്യത്തിലൊക്കെ ക്ലീൻ പണിയത്തില്ലേ ഗൈസ്. അപ്പോൾ ഇവൻ പണിയും. അത് കാരണം കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കി തരും. പക്ഷേ എഞ്ചിൻ്റെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇച്ചിരി പ്രശ്നം വരുന്നതിൽ. എഞ്ചിനും പുറത്ത്, ബാക്കിയെല്ലാം നീ ചെയ്തോളൂ. ഓക്കെ കേസ്, അപ്പോൾ എല്ലാം ചെയ്തോളും. വലിയ വിഷയമൊന്നുമില്ല അല്ലേ. എന്ത് വന്നാലും എങ്ങനെയെല്ലാം കിട്ടി റെഡിയാക്കി തരും കേസ്. അപ്പോൾ ഇത്രയാണ് വണ്ടികളുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി വണ്ടി വരത്തില്ലേ. ഇനി വേണ്ട സ്പ്ലെൻഡർ ആരെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കുക. ഇവിടെ സ്പ്ലെൻഡർ ഇപ്പം എത്ര സ്പ്ലെൻഡർ നമ്മൾ കണ്ടത്? ഇപ്പോൾ സ്പ്ലെൻഡർ കുറവാണ്. ഇപ്പോൾ സ്പ്ലെൻഡർ പോയല്ലേ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ തന്നെ ഉണ്ട് നമ്പർ അല്ലേ. ഫിനാൻസ് ഒക്കെ അവൈലബിൾ അല്ലേ ഇവിടെ? എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം വണ്ടി എടുക്കാൻ പറ്റും? എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫിനാൻസ് ഉള്ളത്? ബൈക്ക് സാർ പിന്നെ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, അത് നമുക്കിപ്പം എന്തൊക്കെ ഡീറ്റെയിൽ വേണം നമുക്കിപ്പം? അത് ഓക്കെ, സിവിൽ എന്നാലും എത്ര വരും? ഒരു
എടുക്കാൻ പറ്റും. ഓക്കെ അപ്പോൾ 200 മേളിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റും. വന്നാൽ മതി. 10,000 രൂപ മതിയല്ലേ വണ്ടി എടുക്കാൻ. ഓക്കെ സാർ ഈ വണ്ടിയൊക്കെ ഇപ്പം പുട്ടുപോലെ വിറ്റു. ഇപ്പോൾ കുറേ പേര് ചോദിച്ചു. ഓക്കെ സാർ അപ്പോൾ ചോദിച്ചിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപോലെ വിറ്റു പോകുന്ന വണ്ടികളാണ്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലും. കറക്റ്റ് നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കട കിടക്കുന്നത്. ആദിത്യ എന്ന കട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. കറക്റ്റ് ഈ ലൊക്കേഷൻ കാണിക്കും. ജുമാ മസ്ജിദിൻ്റെ തൊട്ട് ഞാൻ കറക്റ്റ് പിൻ ചെയ്തായിട്ട് കിട്ടിയിരിക്കും. നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ വരിക, വണ്ടി എടുക്കുക. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ സ്പ്ലെൻഡറൊക്കെ ഇരിക്കുന്നുണ്ട്. സ്പ്ലെൻഡറാണ് ഇവിടുത്തെ മെയിൻ. അതായത് ഇവിടെ ഏറ്റവും മൈലേജ് കൂടിയ വണ്ടിക്കാണ് ഇവിടെ മെയിൻ ഒരു പ്രാധാന്യം. പിന്നെ എഞ്ചിന് ഗ്യാരൻറ്റി ഉള്ള വണ്ടികൾ അത് മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ കുറേ സ്കൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ വിശ്വസിച്ച് വന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വണ്ടി എടുക്കാൻ ആൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കാറിൻ്റെ ബൈക്കിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും. ഈ കടയല്ല പല കടയിലും നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ബൈ.